ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്കോളേഴ്സ് ഹബ്. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റീഡിങ് ആൻഡ് റൈറ്റിങ്ങിൻ്റെ ബ്ലോക്ക് 4 യൂണിറ്റ് 2യുടെ റിവിഷൻ ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 4 തൊട്ട് നമ്മൾ പ്രാക്ടീസ് എന്നാണ് ആ ബ്ലോക്കിൻ്റെ തന്നെ പേര്. അപ്പോൾ അതായത് നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടും, അതല്ലെങ്കിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഈ ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ രണ്ടാമത്തെ യൂണിറ്റിന് നമ്മൾ അനലൈസിങ് ലിറ്ററേച്ചർ എന്നാണ് പഠിക്കുന്നത്. അതായത് ഇത് കുറച്ചും കൂടിയും സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണറുകൾ നമ്മൾ സാഹിത്യത്തിൽ പഠിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ സിനിമ നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പലതരത്തിലുള്ള സിനിമകളില്ലേ, ആക്ഷൻസ് ഉള്ള സിനിമകളുണ്ട്, അതുപോലെ തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള സിനിമകളുണ്ട്, അതല്ലെങ്കിൽ ഫാമിലി സ്റ്റോറീസ് പറയുന്ന സിനിമകളുണ്ട്, കോളേജ് ലൈഫിനെ കുറിച്ച് പറയുന്ന സിനിമകളുണ്ട്, യുവാക്കളുടെ സിനിമകളുണ്ട്, ഓൾഡ് ഏജ് ആളുകളുടെ സിനിമകളുണ്ട്, അങ്ങനെ പല പല ടൈപ്പ് ഓഫ് സിനിമകളുണ്ട്. അതുപോലെ തന്നെ ലിറ്ററേച്ചറിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കവിതകൾ എടുക്കുന്ന സമയത്ത് അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കവിതകളുണ്ട്, പല തീമിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ നോവൽ എടുക്കുന്ന സമയത്തും ഉണ്ട്. അപ്പോൾ ഇത്തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ജോണേഴ്സിൽ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകളുണ്ട്, ആ ഒരു കവിതയെയോ അല്ലെങ്കിൽ കഥയെയോ ഒക്കെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പോയട്രീനെ കുറിച്ചാണ്. പോയട്രി എന്ന് പറഞ്ഞാൽ കവിത. ഈ കവിതയിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കവിതകളുണ്ട്. അതിൽ ഫസ്റ്റ് കവിതയാണ് എപ്പിക് പോയട്രി എന്ന് പറഞ്ഞാൽ. എപ്പിക് പോയട്രി എന്ന് പറഞ്ഞാൽ ലോങ് ഗ്രാൻഡ് പോയംസ് അബൌട്ട് ഹീറോയിക് ഡീഡ്സ് ആൻഡ് അഡ്വഞ്ചർ. അതായത് വലിയ പോംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എപ്പിക് പോയട്രി എന്ന് വിളിക്കുന്നത്. അതായത് ഒരുപാട് ലെങ്ത് ഉണ്ടാവും, അതിൽ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പഠിക്കുക, എക്സ്പ്ലനേഷൻ പഠിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും, വാട്ട് ഈസ് എപ്പിക് പോയട്രി എന്ന്. ഇപ്പോൾ നമ്മുടെ രാമായണം മഹാഭാരതമൊക്കെ എപ്പിക് പോയട്രിയാണ്. അതിൻ്റെ എക്സാമ്പിൾ ഇംഗ്ലീഷിലല്ല, ഗ്രീക്കാണത്. ദ ഇല്യാഡ്, അതുപോലെ തന്നെ പാരഡൈസ് ലോസ്റ്റ് ഇംഗ്ലീഷാണ്. ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസാണ്. രാമായണം മഹാഭാരതം എന്നൊക്കെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അടുത്തത് ബാലഡാണ്. എന്താണ് ബാലഡ്സ് എന്ന് പറഞ്ഞാൽ? എ ഷോർട്ട് നെറേറ്റീവ് പോയം വിത്ത് സോങ് ലൈക്ക് ക്വാളിറ്റി, യൂസ് സിംബൽസ്, റിപ്പിറ്റേഷൻ ആൻഡ് റെഫ്രൈൻ. അതായത് ചെറിയ പോംസിനെയാണ് ബല്ലാഡ് എന്ന് പറയുന്നത്. നെറേറ്റീവ് പോയം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് നെറേറ്റ് ചെയ്ത് പറയുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. സോങ് ലൈക്ക് ക്വാളിറ്റി, അത് നമുക്കൊരു പാട്ട് പോലെ പാടാൻ പറ്റും. കൂടുതലും ഈ ഒരു നാടോടി കഥകളൊക്കെ ആയിരിക്കും അതിൽ വരുന്നത്. ഓക്കെ, ദ റൈം ഓഫ് ദ ആൻഷ്യൻ മറൈനൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ഡ്രമാറ്റിക് പോയട്രി എന്താണ്? ഡ്രമാറ്റിക് പോയട്രി ഈസ് മെൻറ്റ് ടു ബി പെർഫോംഡ്, ഓഫൺ റിവീലിംഗ് ഇമോഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. അതായത് പെർഫോം ചെയ്യാൻ പറ്റുന്ന പോയട്രിയാണ് എന്ത് പറയുന്നത്, ഡ്രമാറ്റിക് പോയട്രി. അതായത് നമുക്കിങ്ങനെ പാടി പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഡ്രാമ റിട്ടൺ ഇൻ വേഴ്സ്. ഈ ഡ്രാമ റിട്ടൺ ഇൻ വേഴ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഡ്രാമനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതുവരെ പോയട്രിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഡ്രമാറ്റിക് പോയട്രി എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത് ഡ്രാമയിലാണ്. ഡ്രാമ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നാടകത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഈ നാടകത്തിൽ ചില നാടകങ്ങളിൽ കവിതകൾ യൂസ് ചെയ്യും. അതിനെ നമ്മൾ ഡ്രമാറ്റിക് പോയട്രി അല്ലെങ്കിൽ ഡ്രാമ റിട്ടൺ ഇൻ വേഴ്സ് എന്നൊക്കെ പറയും. പ്ലേ കമ്പോസ്ഡ് ഇൻ പോയറ്റിക് ഫോം, അതായത് നാടകങ്ങൾ കവിതകളുടെ രൂപത്തിൽ കമ്പോസ് ചെയ്യുന്നതാണ് ഡ്രാമ റിട്ടൺ ഇൻ വേഴ്സ് എന്ന് പറയുന്നത്. അതിൽ റോമിയോ ആൻഡ് ജൂലിയറ്റ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ഡോക്ടർ ഫോസ്റ്റസ് അതിൻ്റെ എക്സാമ്പിളാണ്. സോളിലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. എന്താണ് സോളിലോക്ക്? എ സ്പീച്ച് വേർ എ ക്യാരക്ടർ എക്സ്പ്രസസ് തോട്ട് അലൗഡ് യൂഷ്വലി അലോൺ. അതായത് ഒരാൾ ഇപ്പോൾ ഒരു കഥയിൽ, ഇപ്പോൾ ഒരു സിനിമയിലൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, ചില ആളുകൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് പറയുന്നത് കേൾക്കാം. അതിനെയാണ് നമ്മൾ സോളിലോക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാടകങ്ങളിലും ഉണ്ടാവും. എ സ്പീച്ച് വേർ എ ക്യാരക്ടർ എക്സ്പ്രസസ് തോട്ട് അലൗഡ് യൂഷ്വലി അലോൺ. അതായത് ഒറ്റയ്ക്ക് അവൻ്റെ സ്വന്തം ചിന്തകളെക്കുറിച്ച് ഇങ്ങനെ പറയുക, അവനോട് തന്നെ, അല്ലെങ്കിൽ ആരോടൊക്കെയോ പറയുക. ഓക്കെ, ആരും അവിടെ കേൾക്കാനൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ എക്സാമ്പിൾ ഹാംലെറ്റിൻ്റെ ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഡ്രമാറ്റിക് മോണലോഗാണ്. ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറഞ്ഞാൽ എ പോയം വേർ എ ക്യാരക്ടർ സ്പീക്സ് ടു ആൻ ഇംപ്ലൈഡ് ഓഡിയൻസ് റിവീലിംഗ് ദെയർ പേഴ്സണാലിറ്റി. ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് കവിതയാണ്. ഈ കവിതയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
അതിൽ ഒരു സ്പീക്കർ ഉണ്ടാവും. സ്പീക്കർ എന്ന് പറഞ്ഞാൽ ആ കവിത പറയുന്ന ആൾ, ആ കവിതയിലെ പ്രധാനപ്പെട്ട നായകൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ നായകൻ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഒരാളോട് ഇങ്ങനെ പറയുന്ന രീതിയിലായിരിക്കും ആ കവിത എഴുതിയിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഞാൻ അയാളെ കണ്ടു, അയാൾ എന്നെ കണ്ടു, ഞാൻ അയാളെ കണ്ടപ്പോൾ എനിക്ക് അയാളെ ഇഷ്ടമായി എന്നൊക്കെ രീതിയിലുള്ള കവിതകൾ. അപ്പോൾ അയാളിങ്ങനെ ഒരാളോട് പറയാണ്. അത് ആരാണ് അവിടെ കേൾക്കാനുള്ളത് എന്നൊന്നും വ്യക്തമാവില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറയുന്നത്. ലിറിക് പോയട്രി എന്ന് പറഞ്ഞാൽ, ലിറിക് പോയട്രി എക്സ്പ്രസസ് ഇമോഷൻ ഇൻ മ്യൂസിക്കൽ റിതമിക് സ്റ്റൈൽ. അതായത് ചെറിയ പോയട്രീസ് ആയിരിക്കും ലിറിക് പോയട്രി. എക്സ്പ്രസസ് ഇമോഷൻ, നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച് പറയുന്നതാണ് റിതമിക് പോയട്രി. സോണറ്റ് എന്ന് പറഞ്ഞാൽ 14 ലൈൻസുള്ള പോംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോണറ്റ് എന്ന് പറയുന്നത്. അത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഷേക്സ്പിയറുടെ സോണറ്റുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഓഡ് എന്ന് പറഞ്ഞാൽ എ ഫോർമൽ പോം ഓഫ് പ്രൈസ്. അതായത് എന്തിനെങ്കിലുമൊക്കെ പ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുകഴ്ത്തി പറയുന്നതിനെയാണ് എന്ത്, ഓഡ് എന്ന് പറയുന്നത്. അത് ഫോർമലായിരിക്കും, കുറച്ചുകൂടി ഫോർമലായിട്ട് മീറ്റർ എന്നൊക്കെ പറയും. അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് എഴുതുന്നതായിരിക്കും. നിങ്ങൾ ഫോർമൽ പോം ഓഫ് പ്രൈസ് എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഞാൻ മാക്സിമം സിംപ്ലൈസ് ചെയ്തിട്ടാണിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എലിജി എന്ന് പറഞ്ഞാൽ എ മോൺഫുൾ പോം റിഫ്ലക്റ്റിംഗ് ഓൺ ഡെത്ത്. എന്താണ് മേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ, മേൺഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിലപിക്കുക, ആരുടെങ്കിലും മരണത്തിൽ വിലപിച്ച് എഴുതുന്ന കവിതകളെയാണ് എലിജി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് റെയിം സ്കീം എന്താണെന്ന് പഠിക്കാനുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കൊരു കവിത തന്നിട്ട് അതിൻ്റെ റെയിം സ്കീമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മിക്കവാറും നിങ്ങൾ ഇതൊരു കോമൺ പേപ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കവിതകളെ വിശകലനം ചെയ്തിട്ട് അതിൻ്റെ ആൻസേഴ്സ് എഴുതാനുള്ളൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതായത് ഒരു പാരഗ്രാഫ് തരും, ആ പാരഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യൻസ് തന്നിട്ട് നിങ്ങൾ അതിന് ആൻസർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു കവിത തന്നിട്ട് ആ കവിതയിൽ നിന്നും നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം ഇതിൻ്റെ റെയിം സ്കീം എന്താണെന്നൊക്കെ ചോദിക്കും, ഒരു കവിത തന്നിട്ട്. അപ്പോൾ ഈ റെയിം സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കവിതയുടെ അവസാനത്തെ ഭാഗത്തെ സൗണ്ട്സ് ഒരുപോലെ ആകുന്നതാണ്. ഇപ്പോൾ ഇവിടെ ബ്രൈറ്റ്, ഡിലൈറ്റ്, അത് രണ്ടും അവസാനിക്കുന്നത് ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ രണ്ടും ഒരേ സൗണ്ട് ആയതുകൊണ്ട് അതിന് എ എന്ന് കൊടുത്തത്. ഓക്കെ. അതുപോലെ തന്നെ ട്രീസ്, ലീവ്സ് രണ്ടും അവസാനിക്കുന്നത് എസ്സിലാണ്. അതുകൊണ്ട് ആ രണ്ടും സെയിം ആയതുകൊണ്ട് ബി എന്നും കൊടുത്തു. രണ്ടും ഒരേ സൗണ്ടാണ് ബി എന്ന്, അതുകൊണ്ടാണ് ബി എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് റെയിം സ്കീം കണക്കാക്കുന്നത്. ഓക്കെ, അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ലിറ്റററി ഡിവൈസസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ചില കവിതകളിൽ നമ്മൾ ഒരുപാട് ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നു. എന്തിന്? ആ കവിതയെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട്, നല്ല സൗണ്ട്സിലൊക്കെ. ഇപ്പം ചില മലയാളം പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ടിക് ടിക് നല്ലൊരു സൗണ്ട് ഉണ്ടാവും, ഒരേപോലത്തെ സൗണ്ടുകൾ അവസാനത്തിൽ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു സൗണ്ട്സും കാര്യങ്ങളും അതുപോലെ തന്നെ ചില ഉപമകളൊക്കെ കൊണ്ടുവന്നിട്ട്, ഓക്കെ, നിന്നെ കാണാൻ നിൻ്റെ മാൻപേയുടെ കണ്ണാണ് അല്ലെങ്കിൽ മഴവില്ലിൻ്റെ നിറമാണെന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അതൊരു ഉപമ കൊണ്ടുവന്നിട്ട് ആ ഒരു കാമുകിയെ അല്ലെങ്കിൽ ആ പറയുന്ന ആളെക്കുറിച്ച് ഒന്നുകൂടി വർണ്ണിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരുപാട് ടെക്നിക്കുകൾ കവിതകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ലിറ്റററി ഡിവൈസിലൊക്കെ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സിമിലിയാണ്. സിമിലി എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ യൂസിങ് ലൈക്ക് ഓർ ആസ്. അതായത് നിന്നെ കാണാൻ അങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നമ്മൾ ലൈക്കോ ആസോ ഒക്കെ യൂസ് ചെയ്യും. ഹെർ സ്മൈൽ വാസ് ആസ് ബ്രൈറ്റ് ആസ് ദ സൺ, യു ആർ ലുക്കിംഗ് ലൈക്ക് എ ഐശ്വര്യ റായ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സിമിലീസ് ആണ്. രണ്ടാമത്തെ മെറ്റഫറാണ്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കമ്പാരിസൺ വിത്തൗട്ട് ലൈക്ക് ഓർ ആസ്. അത് ഡയറക്റ്റായിട്ട് കമ്പയർ ചെയ്യുക. ടൈം ഈസ് എ തീഫ്. ഇവിടെ ടൈം ഈസ് ലൈക്ക് എ തീഫ് എന്ന് പറയുന്നില്ല, ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. ടൈം ഈസ് എ തീഫ്. യു ആർ ഐശ്വര്യ റായ് എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. അതെന്താണ്? മെറ്റഫറാണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗിവൻ ഹ്യൂമൻ ക്വാളിറ്റീസ് ടു നോൺ ഹ്യൂമൻ തിങ്സ്. അതായത് ഇപ്പോൾ നമ്മൾ കവിതകളിൽ പാട്ടുകളിലൊക്കെ കേൾക്കുന്നത് കാണാം, കാറ്റ് എന്നോട് സംസാരിച്ചു എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റിന് മനുഷ്യനെ പോലെയുള്ളൊരു ക്വാളിറ്റി കൊടുക്കുകയാണ്. കാറ്റൊരിക്കലും സംസാരിക്കില്ല, പക്ഷേ കവിതയിൽ അല്ലെങ്കിൽ പാട്ടിൽ അത് കൊടുക്കും. ഇത്തരം ഈ ക്വാളിറ്റീസിന് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഗിവിങ് ഹ്യൂമൻ ക്വാളിറ്റി ടു നോൺ ഹ്യൂമൻ തിങ്സ്. ഓക്കെ. ദ വിൻഡ് വിസ്പേർഡ് ത്രൂ ദ ട്രീസ് അതിൻ്റെ എക്സാമ്പിളാണ്. അസോണൻസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ് വിത്തിൻ വേർഡ്സ്. അതായത് വവൽ സൗണ്ട്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് എന്ത്? നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് അസോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ. ദ റെയിൻ
സ്പെയിൻ സ്റ്റേസ് മെയിൻലി ഇൻ ദ പ്ലെയിൻ. ഇവിടെ ഐ എന്ന് പറയുന്ന സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അസൊണൻസ്. അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണൻസ്, അതായത് കോൺസണൻറ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നത്, അതും തുടക്കത്തിൽ. ഇവിടെ കണ്ടില്ല, പൈപ്പർ, പിക്ഡ്, പ് എന്ന് പറയുന്ന കോൺസണൻറ്റ് സൗണ്ടാണ് അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഹൈപ്പർബോളി ഉണ്ട്. എക്സാജറേഷൻസിനെയാണ് ഹൈപ്പർബോളി എന്ന് പറയുന്നത്. ഒനോമോട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ വേർഡ്സ് ദാറ്റ് ഇമിറ്റേറ്റ് സൗണ്ട്സ്, അതായത് സൗണ്ട്സിനെ ഇമിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ ബി ബസ്ഡ് എന്ന് പറഞ്ഞാൽ ബീയുടെ, അതായത് തേനീച്ചയുടെ സൗണ്ടാണ് ബസ് എന്ന് പറയുന്നത്. ആ സൗണ്ട് വെച്ചിട്ട് ഒരു വേർഡ് ഉണ്ടാക്കുന്നതിനാണ് ഒനോമറ്റോപ്പിയ എന്ന് പറയുന്നത്. ഇഡിയംസ് ഉണ്ട്, ഫ്രേസ് മീനിങ്. അതുപോലെ തന്നെ ബ്രേക്ക് ലെഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇഡിയംസ് ആണ്. ബ്രേക്ക് ലെഗ്, സ്പിൽ ദ ബീൻസ് എന്നൊക്കെ പറഞ്ഞാൽ. ഓക്സിമോറോൺസ് ഉണ്ട്, ബിറ്റർ സ്വീറ്റ്, അതായത് രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നത്. കോൺട്രാഡിക്ടറി വേർഡ്സ് പ്ലേസ്ഡ് ടുഗെദർ. ഐറണി എന്ന് പറഞ്ഞാൽ ദ്വയാർത്ഥം, എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ എക്സ്പെക്ടേഷൻ ആൻഡ് റിയാലിറ്റി. സിംബോളിസം, യൂസിങ് ആൻ ഒബ്ജക്റ്റ് ടു റെപ്രസെൻറ്റ് ഡീപ്പർ മീനിങ്, അതായത് ഡീപ്പർ മീനിങ്ങിന് വേണ്ടിയിട്ട് സിംബലൈസ് ചെയ്യുക. ഇപ്പോൾ ഡോഗ്, അതായത് പ്രാവ് എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ ചിഹ്നമാണ്, അത് സിമ്പലാണ്. പൺ എന്ന് പറഞ്ഞാൽ എ പ്ലേ ഓൺ വേർഡ്സ് ആണ്. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറുപടി പറയുമല്ലോ കറക്റ്റായിട്ട്, അതിനൊക്കെയാണ് പൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ വരാൻ ചാൻസ് ഉള്ളത്. എക്സ്പ്ലെയിൻ ദ 3 മേജർ ടൈപ്പ് ഓഫ് പോയട്രി, നെറേറ്റീവ്, ഡ്രമാറ്റിക് ആൻഡ് ലിറിക്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, ഒരു 3 പോയട്രി ജോണേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഏതെങ്കിലും ഒരു 3 പോയട്രി ജോണേഴ്സിനെ കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിറ്റററി ഡിവൈസ് ഇൻ പോയട്രി ആൻഡ് ഹൗ ദേ ചാൻസ് പോയറ്റിക് എക്സ്പ്രഷൻ. ഇത്രയും ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യനൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ചിലപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലിറ്റററി ഡിവൈസസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെ പോയട്രിക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടും ആളുകളെ കുറച്ചും കൂടി അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് കുറച്ചും കൂടി അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ ലിറ്റററി ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നത് എന്നാണ് എഴുതേണ്ടത് അതിന് ആൻസറായിട്ട്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ വായിച്ച ആ ഒരു PDF വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കുക എന്തൊക്കെയാണ് അതിൻ്റെ ആൻസർ എന്ന്. ഞാൻ വേറെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് നെറേറ്റീവ് പോയട്രി? നെറേറ്റീവ് പോയട്രി ടെൽസ് എ സ്റ്റോറി വിത്ത് ക്യാരക്ടേഴ്സ്, സെറ്റിംഗ് ആൻഡ് പ്ലോട്ട്. നെറേറ്റീവ് പോയട്രി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറി ഉണ്ടാകും, അതിലൊരു ക്യാരക്ടേഴ്സും സെറ്റിങ്ങും പ്ലോട്ടൊക്കെ ഉണ്ടാവും. നെയിം 2 എക്സാമ്പിൾസ് ഓഫ് എപ്പിക് പോയട്രി. ഇല്യാഡ് ഒരു എക്സാമ്പിളാണ്, പാരഡൈസ് ലോസ്റ്റ് മറ്റൊരു എക്സാമ്പിളാണ്. അതിൽ നിങ്ങൾക്ക് രാമായണവും മഹാഭാരതവും എഴുതാം. വാട്ട് ഈസ് ബാലഡ്? എന്താണ് ബാലഡ്? എ ഷോർട്ട് നെറേറ്റീവ് പോയം വിത്ത് എ സോങ് ലൈക്ക് ക്വാളിറ്റി. അതായത് ഷോർട്ടായിട്ടുള്ള നെറേറ്റീവ് പോയം ആയിരിക്കും, സോങ് ലൈക്ക് ക്വാളിറ്റി ആയിരിക്കും, പാടാൻ പറ്റുന്ന രീതിയിൽ. ഓഫൺ യൂസിങ് റിപ്പിറ്റേഷൻ ആൻഡ് റെഫറൻസ്. അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നെയിം എ ഫേമസ് ബാലഡ് ബൈ ജോൺ കീറ്റ്സ്. ഏതാണ്? ലാ ബെല്ലെ ഡാൻസ് ആൻഡ് മേഴ്സി, ഒരു ബാലഡാണ്. വാട്ട് ഈസ് ഡ്രമാറ്റിക് പോയട്രി? എന്താണ്? പോയട്രി മീൻ ടു ബി പെർഫോംഡ്, ഓഫൺ ഷോയിങ് ഇമോഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. അതായത് ഡ്രാമാറ്റിക് പോയട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, ഡ്രാമയിലൊക്കെ യൂസ് ചെയ്യുന്ന പോയട്രിയാണ്. അതിൽ ഇമോഷൻസും കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളും ഇമോഷൻസും ഒക്കെ ഉണ്ടാവും. ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് ഡ്രാമ റിട്ടൺ ഇൻ വേഴ്സ്. ഏതാണ്? റോമിയോ ആൻഡ് ജൂലിയറ്റ്, വില്യം ഷേക്സ്പിയറിൻ്റെ. വാട്ട് ഈസ് സോളിലോഗ്? എന്താണ് സോളിലോഗ്? എ സ്പീച്ച് വേർ എ ക്യാരക്ടർ എക്സ്പ്രസസ് തോട്ട് അലൗഡ്, യൂഷ്വലി വെൻ അലോൺ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഡിഫൈൻ ഡ്രമാറ്റിക് മോണലോഗ്. എന്താണ്? ഒരാൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിനെയാണ്, ഒരാൾ ഒറ്റയ്ക്ക് ഒരു ലിസണറുടെ അടുത്ത് സംസാരിക്കുന്നതാണ് എന്ത്? ഡ്രമാറ്റിക് മോണലോഗ്. എ പോയം വേർ എ ക്യാരക്ടർ സ്പീക്ക് ടു ആൻ ഇംപ്ലൈഡ് ലിസണർ, റിവീലിംഗ് ദെയർ പേഴ്സണാലിറ്റി. വാട്ട് ഈസ് ലിറിക് പോയട്രി? Poetry that expresses emotion in musical or rhythmic style. Okay, poetry that expresses emotion in a musical or rhythmic style. How many lines does a sonnet have? എത്ര ലൈൻസ് ഉണ്ട്? ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. 14 ലൈൻസ് ആണുള്ളത്. വാട്ട് ഈസ് ദ റൈം സ്കീം ഓഫ് ഷേക്സ്പീരിയൻ സോണറ്റ്? ഇത് ചോദിക്കാൻ ചാൻസ് ഇല്ല, നമ്മുടെ മെറ്റീരിയൽ ഉണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. വാട്ട് ഈസ് ആൻ എലിജി? എ മേൺഫുൾ പോയം റിഫ്ലക്റ്റിംഗ് ഓൺ ഡെത്ത്. അതായത് മരണത്തിൽ വിലപിച്ച് എഴുതുന്ന കവിതകളെയാണ് എലിജി എന്ന് പറയുന്നത്. വാട്ട് ഈസ് പേഴ്സോണിഫിക്കേഷൻ? ഗിവിങ് ഹ്യൂമൻ ക്വാളിറ്റി ടു നോൺ ഹ്യൂമൻ തിങ്സ്. അതായത് കാറ്റ് സംസാരിക്കുന്നു, മഴ കരയുന്നു എന്നൊക്കെ പറഞ്ഞാൽ പേഴ്സോണിഫിക്കേഷൻ ആണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് സിംബോളിസം ഇൻ പോയട്രി? എന്താണ്? ടു റെപ്രസെൻറ്റ് ഡീപ്പർ മീനിങ് ത്രൂ ഒബ്ജക്റ്റ് ഓർ ഇമേജസ്. വാട്ട് ഈസ് ഒനോമറ്റോപ്പിയ? സിമ്പിൾസ് മനസ്സിലായില്ല. എന്തെങ്കിലും ഒരു സിമ്പിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും?
ഒരു മീനിങ് അതിലുണ്ടാകും. ഓക്കെ, നേരത്തെ നമ്മൾ പ്രാവിനെ കുറിച്ച് പറഞ്ഞ പോലെ. വാട്ട് ഈസ് ഒനമോട്ടോപ്പിയ? ഗിവ് ആൻ എക്സാമ്പിൾ. ഒനമോട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ ചില വേർഡ്സ് ഉണ്ട്. ഇപ്പോൾ കാക്ക കരയുന്ന പോലെയാണ് ക്രൗ എന്ന് പറയുന്ന വേർഡ് വന്നത്. ക്രൗ എന്ന് പറഞ്ഞാൽ കാക്ക കരയുന്ന ക എന്ന് പറയുന്ന ആ സൗണ്ട് എന്ന് വന്നത്. അതുപോലെ തന്നെ തേനീച്ചയുടെ ആ ഒരു മൂളക്കത്തിന് ബസ് എന്നാണ് പറയുന്നത്. ബസ് എന്ന് പറയുമ്പോൾ തേനീച്ചയുടെ സ് എന്ന് പറയുന്ന ആ സൗണ്ട് എന്ന് വന്നതാണ്. അത്തരം വേർഡ്സിനെയാണ് ഒണമറ്റോപ്പിയ എന്ന് പറയുന്നത്. ഇത്തരം വേർഡ്സ് നമ്മൾ കവിതകളിൽ യൂസ് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒണമറ്റോപ്പിയ എന്ന് പറയുന്നത്. സോ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു യൂണിറ്റാണ്. സോ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.